താളിമാങ്ങ കിട്ടി, അത് അച്ചാറിടാമെന്ന് വിചാരിക്കുന്നു. ഇതേ വലിയ പുളിപ്പുള്ള മാങ്ങയല്ലേ, അച്ചാറിടാൻ നല്ല മാങ്ങയാണ്, വലിയ പുളിപ്പില്ല. ഇതാണ് നല്ലത് അച്ചാർ. ഇതിന് നമ്മൾ താളിമാങ്ങ എന്നാണ് പറയണത്. ഇതിന് പല സ്ഥലത്തും പല പേരുണ്ട്. വിളഞ്ഞ് ചെറുതായിട്ട് വിളഞ്ഞ് മഞ്ഞ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് പഴുത്ത് ഇട്ടത്തില്ല, ഇത് അത്രയും പുഴുവായി പോകും. ഒരു പരുവം കഴിയുമ്പോൾ പിന്നെ ഇത്രയും പുഴുവാണ്. അത് കാരണം അങ്ങനെ നിർത്തിയേക്കാനും പറ്റില്ല. അച്ചാറങ്ങനെ ഒരുപാടൊന്നും അച്ചാർ കൂട്ടാനും പറ്റാത്ത കാരണം അച്ചാറിട്ട് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. പിന്നെ ഇട്ട് വെച്ചേക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അച്ചാറിടാം. ചെറിയ കഷ്ണങ്ങളായിട്ട്. ഈ മാങ്ങ തന്നെയാണ് ഇതാ ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ മണ്ണ് ഭരണിയിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. ഞാൻ ഇപ്പം പ്ലാസ്റ്റിക് ഇതിലിട്ട് വെച്ചുകൂടെന്നാണ് പറയുന്നത്. ഭരണിയില്ല, അത് കാരണം ഇതിലാണ് ഇട്ടത്. ഇത് ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ പൂപ്പടിച്ച് പോകുമായിരിക്കും. ഇരിക്കണമെങ്കിൽ ഇരിക്കട്ടെ, നോക്കാം. ഞാൻ കൈ കിട്ടുന്നതിലൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത്. ഭരണിയില്ല. ഇതാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തി വന്ന് കളിക്കുന്നു. അവിടെ അമ്മച്ചിയും വേറൊരാളും ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ ഉറക്കം. അവളെൻ്റെ അടുത്ത് കളിക്കാറിങ്ങിയിരിക്കുന്നു. ഡി 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 പെണ്ണേ, ഡി പെണ്ണേ, ഡി പെണ്ണേ, മതി. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഞാൻ ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ നോക്കട്ടെ. ഇഞ്ചിക്ക് നോക്കാൻ താമസമാണ്. അത് നോക്കട്ടെ. തീ ഇനി കുറച്ച് വെച്ചിട്ട് ഇടക്കൊക്കെ ചേർക്കാം. പൊടികൾ ചേർക്കുന്നുണ്ടെങ്കിൽ കരിയും. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ചേർക്കാം. മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും. അച്ചാറിന് അരപ്പും കാണും.
സ്വല്പം വിനാഗിരി കൂടെ ഒഴിക്കും. പച്ചമണമൊക്കെ മാറി ചെറുതായിട്ട് മൂപ്പിട്ട് ഇനിയും വാങ്ങാം. മുളക് പൊടി വേണമെങ്കിൽ ഒരു ശകലം ഇടാം. എന്നിട്ട് എരിവൊക്കെ കുറവാണെങ്കിൽ ഇതിടാം. സ്വല്പം ഉപ്പും കൂടെ ഇടാം. മാങ്ങ കൂടുതലാണ്, അപ്പം ചിലപ്പോൾ ഉപ്പ് കാണത്തില്ല. ഇട്ടത് ഉപ്പ് കാണില്ല. അതിന് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിട്ട് നല്ലപോലെ ഇളകിച്ചാൽ ഇപ്പം ഇതൊരു ഫ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊതിയിട്ട് നല്ല അരപ്പാണ്. ഇപ്പോൾ കണ്ട ഒരു അരപ്പൊന്നും ഇല്ലാത്ത നമുക്ക് തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഊതി ഇറങ്ങുമ്പോൾ നല്ല അരപ്പാണ്. അച്ചാർ റെഡി ആയിട്ടുണ്ട്.